ഹലോ സ്റ്റുഡൻസ്, ആസിഫ് ലേൺ ഹബിന്റെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വെബ്സൈറ്റിലോട്ട് വരണം. വെബ്സൈറ്റിന്റെ അഡ്രസ്സ് www.asiflearnhub.com. അപ്പോൾ വെബ്സൈറ്റിലോട്ട് വരിക. ഓക്കെ, വെബ്സൈറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ക്ലാസ്സുകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സി എ ഫൗണ്ടേഷൻ ലോ കൊടുത്തിട്ടുണ്ട്, സി എ ഫൗണ്ടേഷൻ മെയ് ബാച്ച്, സി എം എയുടെ ക്ലാസ്സുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുക ഏത് ക്ലാസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നോക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോറിലും പ്രൊഡക്റ്റിന്റെ എന്തുണ്ടായിരിക്കും? ലിസ്റ്റ് ഉണ്ടായിരിക്കും. പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഹോമിലോട്ട് തന്നെ പോകാം. യെസ്, അപ്പൊ ഞാൻ ഈ ഡെമോയിൽ കാണിക്കുന്നത് സി എ ഫൗണ്ടേഷൻ ലോയുടെ ക്ലാസ് പർച്ചേസിംഗ് ആണ്. ഓക്കെ, അപ്പം അതിന് സി എ ഫൗണ്ടേഷൻ മെയ് ബാച്ച് 2200 രൂപയാണ് റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ക്ലാസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തപ്പം വന്നല്ലേ സി എ ഫൗണ്ടേഷൻ മെയ് ബാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു ലോഗിൻ അക്കൗണ്ട് വേണം അല്ലേ. നമുക്ക് ഒരു അക്കൗണ്ട് വേണം. ഈ അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ആ അക്കൗണ്ട് അല്ലേ, ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ലോഗിൻ ടു പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കാം, OTP വരും, അത് വെച്ച് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഇമെയിൽ ID കൊടുക്കാം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണിത് അല്ലേ. ഇമെയിൽ OTP വരും, അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇനി അക്കൗണ്ട് ഇല്ലെങ്കിലോ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അല്ലേ. ഫുൾ നെയിം കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഗെറ്റ് OTP. അപ്പൊ OTP വരും, ഫോണിലോട്ടും ഇമെയിലിലോട്ടും OTP വരും, അത് കൊടുക്കുക, സൈനപ്പ് ചെയ്യുക. ഓക്കെ, സൈനപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതിലോട്ട് ലോഗിൻ ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. റിക്വസ്റ്റ് ഫോൺ OTP. അപ്പൊ നമ്മുടെ ഫോണിലോട്ട് എന്ത് ചെയ്യും? OTP വരും. ഫോണിലോട്ട് OTP വരും. എനിക്ക് ഫോണിലോട്ട് OTP വന്നു, വെരിഫൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോഗിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ താഴെ ബൈ നൗ എന്നാണ് കാണിക്കുന്നത്. ലോഗിൻ ടു പ്രൊസീഡോ കാര്യങ്ങളോ ഒന്നും അല്ല, നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലും കാര്യങ്ങളും വരും. CS ആസിഫ് അലി, ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഓൾറെഡി ലോഗിൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് പർച്ചേസ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, CA ഫൗണ്ടേഷൻ മെയ് ബാച്ച് അല്ലെ, ക്ലാസ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ ക്ലാസ്, വ്യൂസ്, ബാച്ച്, അങ്ങനെ പല കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ഡൗൺ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് റെഗുലർ അവിടെ ഒരു വാല്യൂ ഉള്ളൂ. ഇനിയും വ്യൂസിന്റെ എടുത്താലും ഒരു വാല്യൂ ഉള്ളൂ. അപ്പൊ ഒന്നിലധികം വാല്യൂസ് വരുന്ന കേസിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ വാല്യൂസ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. കൂപ്പൺ കോഡ് ഉള്ള കേസിൽ എന്ത് ചെയ്യാം? അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ കൂപ്പൺ കോഡ് ഇഫ് എനി അല്ലേ. ഓക്കെ, ഞാൻ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അല്ലേ. ഏതിലാണ്? അപ്ലൈ കൂപ്പൺ കോഡ് ഇഫ് എനിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പൊ എൻ്റർ കൂപ്പൺ കോഡ് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ അവൈലബിൾ കൂപ്പൺ കോഡ്സും ഉണ്ട്. ഓക്കെ, ഈ അവൈലബിൾ കൂപ്പൺ കോഡ്സ് അവിടെ താഴെ ഉള്ളത് നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ആസിഫ് 50 എന്നാണ് ഇട്ടേക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, റേറ്റ് കുറഞ്ഞു. 2200 എന്നുള്ളത് 2150 മാറി. ഇനി നമ്മുടെ കയ്യിൽ വേറെ കൂപ്പൺ കോഡ് ഉണ്ട്. ഇത് 50 രൂപ കുറയ്ക്കുന്ന ഒരു കൂപ്പൺ കോഡ് അവിടെ കിടക്കുന്നത് അല്ലേ. യെസ്, ഓക്കെ, അപ്പൊ എൻ്റെ കയ്യിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ഞാൻ ഈ ക്ലാസ് 1 രൂപയ്ക്ക് വാങ്ങാൻ പോവുക. അപ്പൊ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കൂപ്പൺ കോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം കൂപ്പൺ കോഡ് ഫാക്കൽറ്റി സൈഡിൽ നിന്നും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് പർച്ചേസ് ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂപ്പൺ കോഡ് TTT 2199. ഓക്കെ, ഞാൻ ഇത് അപ്ലൈ ചെയ്യുക. നോക്കിക്കേ, എമൗണ്ട് കുറഞ്ഞു കണ്ടോ? 1 രൂപ അല്ലേ? 1 രൂപ ആയിട്ട് എന്ത് ചെയ്തു? എമൗണ്ട് കുറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് കൂപ്പൺ കോഡ് ഏതാണോ ഉള്ളത് അതനുസരിച്ച് എന്ത് ചെയ്യാം? അത് അപ്ലൈ ചെയ്യാം. ആ കൂപ്പൺ കോഡിനനുസരിച്ചുള്ള എന്ത് ചെയ്യും? പ്രൈസ് ഡിഡക്ഷൻ അല്ലെ, റിഡക്ഷൻ ഉണ്ടായിരിക്കും, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തു. അപ്പം ഇവിടെ നോക്കിയേ, യുവർ പ്രൊഫൈല്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഞാൻ ആ കോളംസ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനിയും നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? അത് ഫില്ല് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ടു പേയ്മെന്റിലോട്ട് പോവാണ്. ഓക്കെ, പ്രൊസീഡ് ടു പേയ്മെന്റിലോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് അല്ലെ, പല പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ UPI വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം UPI ID നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം അല്ലെ, UPI ID കാര്യങ്ങളൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ QR കോഡ് എന്ത് ചെയ്യാം? സ്കാൻ ചെയ്യാം. ഓക്കെ, QR കോഡ് നമുക്ക് എന്ത് ചെയ്യാം? സ്കാൻ ചെയ്ത് പർച്ചേസ് നടത്താം. ഓക്കെ, യെസ്. അപ്പൊ ഇത് നമ്മൾ കമ്പ്യൂട്ടർ വഴിയാണ് ഇപ്പം ഈ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ലാപ്ടോപ്പ് വഴിയാണ്. ഓക്കെ, അപ്പം അവിടെ QR കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഫോൺ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ UPI അവിടെ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണോ നിങ്ങളുടെ UPI ആപ്പ് അല്ലെ, ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതിലോട്ട് പോകും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? പേയ്മെന്റ് അടയ്ക്കുക. ഓക്കെ, ഞാനിവിടെ ഇപ്പം ഗൂഗിൾ പേ വഴി എന്ത് ചെയ്യുവാണ്? QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടയ്ക്കുകയാണ്. യെസ്, ഞാൻ പേയ്മെന്റ് അടച്ചു. നോക്കിക്കേ, ചെക്കിംഗ് ഓർഡർ സ്റ്റാറ്റസ്. ഓർഡർ സക്സസ്ഫുൾ. അപ്പൊ ഓർഡർ സക്സസ്ഫുൾ ആയി, പർച്ചേസ് ആയി. ഓക്കെ, അപ്പൊ ഗോ ടു മൈ ഓർഡേഴ്സ് ഉണ്ട്, അത് കൊടുക്കാം അല്ലെ. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഓർഡേഴ്സ് ഉണ്ട്. ആ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്താലും നമ്മൾ ചെയ്തിരിക്കുന്ന ഓർഡർ, ആ ഓർഡേഴ്സിന്റെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഓർഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് പർച്ചേസ് ചെയ്തു. ഇനി ക്ലാസ് എങ്ങനെ കാണും? ക്ലാസ് കാണാൻ വേണ്ടി നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ആൻഡ്രോയിഡ് ഫോണിലെ ക്ലാസ് കാണാം, അല്ലെങ്കിൽ ഐഫോണിലെ ക്ലാസ് കാണാം, അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC നമുക്ക് ക്ലാസ് കാണാം. അപ്പം ഈ ക്ലാസ് കാണാൻ വേണ്ടി ആൻഡ്രോയിഡിലാണെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലാണെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി PC അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ അതിൻ്റെതായ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉള്ള ലിങ്ക് ഫാക്കൽറ്റി ആയി എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ, ലിങ്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം വരുന്ന ഇമെയിലിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അല്ലെ, ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് കാണാവുന്നതാണ്. ഓക്കെ.